കീരമ്പാറ പഞ്ചായത്തിൽ കാട്ടാന ശല്യം രൂക്ഷമായ 1-ാം വാർഡിൽ താൽക്കാലിക ഫെൻസിംഗിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് താൽക്കാലിക ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. ജനങ്ങളുടെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും സംരക്ഷണം നൽകുക എന്നതാണ് താൽക്കാലിക ഫെൻസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് ഏതാനും ദിവസങ്ങളായി കാട്ടാനശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുകയാണ്. ഇതിന് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് താൽക്കാലിക ഫെൻസിംഗ് സംവിധാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ കൂരികുളം മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഫെൻസിംഗ് നിർമ്മാണം പദ്ധതിയിട്ടിരുന്നു. എന്നാൽ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആനശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷിയിടങ്ങൾക്കും വീടുകൾക്കും സമീപത്തായി താൽക്കാലിക ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. 1 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗിന്റെ നിർമ്മാണം. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചേലമല മുതൽ തെക്കുമ്മേൽ വരെ നിരന്തരം കൃഷിയിടത്തിലിറങ്ങി കാട്ടാന വളരെ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കീരമ്പാറ ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എല്ലാം പൊതുജനങ്ങളുടെയും എല്ലാം സഹകരണത്തോടു കൂടി ചേലമല മുതൽ തെക്കുമ്മേൽ വരെ ഒരു താൽക്കാലിക ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി, വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുല്ലൻ, വാർഡ് മെമ്പർ ശ്രീജ ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജു പള്ളിത്താഴത്ത്, ജോജി മുക്കാലി വീട്ടിൽ, റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാർ, വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ഏലിയാസ് പോൾ, ഫോറസ്റ്റ് ഗാർഡുമാരായ ദിവാകരൻ, സന്തോഷ്, പ്രദേശവാസികളായ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൂരികുളം മുതൽ നേരിമംഗലം വരെയുള്ള പുതിയ ഫെൻസിംഗിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നും നിലവിലുള്ള ആനകളെ അടിയന്തരമായി പുഴ കടത്തിവിടണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.